വെൽക്കം ടു ബ്ലെസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി. ഇന്നത്തെ എപ്പിസോഡിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഒരാളുടെ ആത്മീയ വളർച്ചയിൽ അയാൾ എത്തിച്ചേരുന്ന പല മൈൽ സ്റ്റോണുകൾ ഇന്ന് നമ്മൾ പ്രത്യേകിച്ച് ചിന്തിക്കും. ആദ്യമേ തന്നെ ഇതിൻ്റെ ലിങ്കുകൾ അനേർക്ക് ദയവായി അയച്ചു കൊടുക്കുക. ഇന്നത്തെ സ്പോൺസേഴ്സിനായി നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. ഇന്നത്തെ സ്പോൺസർ നമുക്ക് ചെന്നിത്തലയിൽ നിന്ന് ഷേർലി വർഗീസ് ആണ് ആദ്യത്തെ നമ്മുടെ സ്പോൺസർ. താങ്ക് യു സോ മച്ച് സിസ്റ്റർ ഷേർലി. രണ്ട് മക്കളും കർത്താവെ അവരുടെ കുടുംബവും മകനും ദൈവ പൈതങ്ങളായി മാറുവാൻ, ഭാവി അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ ആത്മീയവും ഭൗതികമായ ദൈവിക നന്മകൾ ഭവനത്തിനകത്തുണ്ടാകുവാനായി കൂടെ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. അടുത്ത നമ്മുടെ സ്പോൺസർ പത്തനംതിട്ടയിൽ നിന്ന് രമാദേവിയാണ് നമ്മുടെ സ്പോൺസർ. താങ്ക് യു സോ മച്ച്. കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് മകൻ ഉല്ലാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിട്ടുമാറാത്ത അസുഖങ്ങൾ മാറുവാൻ, സ്ഥിരമായ ജോലി ലഭിക്കുവാൻ, ഭർത്താവിൻ്റെ മദ്യപാനം മാറുവാൻ, കുടുംബം ആത്മീയതയിൽ വളരുവാൻ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടുത്ത നമ്മുടെ സ്പോൺസർ എന്ന് പറയുന്നത് കൊല്ലത്ത് നിന്ന് വിജിതയാണ്. ഇന്ന് വിജിതയുടെ 1ാമത്തെ വിവാഹ വാർഷികമാണ്. ഹാപ്പി ആനിവേഴ്സറി വിജിത. കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ വാർഷിക ദിനത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കുഞ്ഞുണ്ടായതിൻ്റെ നന്ദി സൂചകമായിട്ടാണല്ലോ ഇത് സമർപ്പിച്ചിരിക്കുന്നത്. നീ ചെയ്ത വലിയ അത്ഭുതത്തിനായി നന്ദി. ഇന്ന് സഹോദരി വിനീതയ്ക്ക് OET എക്സാമിൽ ഉന്നത വിജയം ലഭിക്കുവാനും അങ്ങ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാ സ്പോൺസേഴ്സിനും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. മാത്രമല്ല തുടർന്നുള്ള എപ്പിസോഡിൽ, ഇനിയുള്ള എപ്പിസോഡുകൾ നിങ്ങൾക്കും ഇതിൻ്റെ ഒരു പാർട്ണറായി മാറാം, സ്പോൺസറായി മാറാം. ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പിന്നാലെ സ്ക്രീനിൽ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ഏവർക്കും ചേർന്ന് കർത്താവിന് പാടാം. ഭയമെല്ലാം മാഞ്ഞു പോയി, നീ അടിച്ചാലും ആർദ്രമാണ് യേശുവേ. കരുണാമയനേ യേശുവേ. കരുണാമയനേ ക്രൂശിലെനിക്കായി മരിച്ചവനേ, എന്നെ മുഖാമുഖം കാണും വരെ വീഴാതെ എന്നെ നയിച്ചിടണമേ. നിന്ദയ എന്നും ജീവനാണ്, കൃപ എൻ്റെ ആശ്രയമേ. എന്നെ വിളിച്ചവനേ യേശുവേ. കരുണാമയനേ യേശുവേ. യേശുവേ നമ്മുടെ ആത്മീയ വളർച്ചയിലെ
പല മൈൽ സ്റ്റോണുകൾ നമ്മളെല്ലാവരും വളരാനാണല്ലോ ആഗ്രഹിക്കുന്നത്. ദൈവവചനത്തിൽ തന്നെ കാണുന്ന പല ഘട്ടങ്ങളുണ്ട്. അതിലോരോന്നും നമുക്ക് നോക്കാം. 1 John chapter 2 verse number 12 to 14. 1 യോഹന്നാൻ 2-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള ഭാഗങ്ങളിൽ I write to you little children because your sins are forgiven you for his name's sake. I write to you fathers because you have known him who is from the beginning. I write to you young men because you have overcome the wicked one. I write to you little children because you have known the Father. I have written to you fathers because you have known him who is from the beginning. I have written to you young men because you are strong and the word of God abides in you and you have overcome the wicked one. 12, 13, 14 വചനങ്ങൾ. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് അവൻ്റെ നാമനിമിത്തം പാപങ്ങൾ മോചിച്ചിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. പിതാക്കന്മാരെ, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ നിങ്ങൾക്ക് എഴുതുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കാൻ നിങ്ങൾക്ക് എഴുതുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പിതാവിനെ അറിഞ്ഞിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. പിതാക്കന്മാരെ, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകിയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കിയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കാലും ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ഈ ഭാഗത്ത് യോഹന്നാൻ ഒരു മൂപ്പനായി, സഭയുടെ മൂപ്പനായിട്ടൊക്കെ ഇരുന്ന് ദീർഘവർഷങ്ങൾ ശുശ്രൂഷയിൽ തഴക്കമുള്ള വളരെ സീനിയറായിട്ടുള്ള യോഹന്നാൻ അപ്പോസ്തലൻ എഴുതുമ്പോൾ 3 പ്രത്യേക ഏജ് ഗ്രൂപ്പുകാരെ ഇവിടെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. 1 ലിറ്റിൽ ചിൽഡ്രൻ, കുഞ്ഞുങ്ങളെ. 2 യങ് ബാല്യക്കാർ, യൗവനക്കാർ, യങ് മെൻ. 3 ഫാദേഴ്സ്, പിതാക്കന്മാർ. അപ്പോൾ കുഞ്ഞുങ്ങൾ, യൗവനക്കാർ അല്ലെങ്കിൽ ബാല്യക്കാർ, പിന്നെ പിതാക്കന്മാർ. അതിനിടയിലും പല പ്രായക്കാർ കാണും. പക്ഷെ പ്രധാനമായി അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്ന 3 ഏജ് ഗ്രൂപ്പുകാർ, പ്രായപരിധിക്കാരാണ് ഇവിടെ ഉള്ളത്. അതിൽ ഓരോന്നൊന്നും എടുത്ത് നോക്കാം. ആദ്യം പറയുന്നത്, ഇത് ശരീരത്തിൻ്റെ പ്രായം ആണെന്ന് ആരും കരുതരുത്. അവിടെ കുഞ്ഞുങ്ങളെ, അതുപോലെ യങ് മെൻ, യൗവനക്കാരെ, പിതാക്കന്മാരെ എന്ന് പറയും. കുഞ്ഞുങ്ങൾക്ക് എഴുതിയാൽ കുഞ്ഞുങ്ങൾക്കത് വായിക്കാൻ പറ്റുമോ? ലിറ്റിൽ ചിൽഡ്രന് അദ്ദേഹം ലേഖനം എഴുതിയാൽ അവർക്കത് വായിക്കാൻ പറ്റുമോ? നോ. അപ്പോൾ അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ആത്മാവിൻ്റെ പക്വത അല്ലെങ്കിൽ ആത്മാവിൻ്റെ വളർച്ചയുടെ മൈൽ സ്റ്റോണുകളാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? ആത്മാവിൻ്റെ വളർച്ചയുടെ മൈൽ സ്റ്റോണുകൾ. അതിൽ ഒന്നാമത്തേത് ചിൽഡ്രൻ, കുഞ്ഞുങ്ങൾ. ആരാണ് ആത്മാവിൽ കുഞ്ഞുങ്ങൾ? എന്താണ് അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ്, അവരുടെ സ്വഭാവ സവിശേഷതകൾ എന്തെല്ലാമാണ്? അത് ഞാൻ ഇന്നലെയോ ഏതൊരു ദിവസം പറഞ്ഞല്ലോ, വചനത്തെ വചനം കൊണ്ട് വേണം വ്യാഖ്യാനിക്കാൻ. അങ്ങനെയെങ്കിൽ മറ്റ് ഭാഗങ്ങളിൽ അതിനെക്കുറിച്ച് പറഞ്ഞു കാണും. നമുക്കൊന്നെടുത്ത് നോക്കാം. 1 Corinthians chapter 3 verses 1 to 4. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെ. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെ. And I, brethren, could not speak to you as to spiritual people, but as to carnal, as to the babes in Christ. വായിച്ചേ. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരോട് എന്ന പോലെയല്ല, ജഡീകന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. അപ്പോൾ അവിടെ പറയുന്ന ക്രിസ്തുവിൽ ശിശുക്കൾ, ബേബ്സ്, ലിറ്റിൽ ചിൽഡ്രൻ ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ അവരുടെ ആത്മാവിൻ്റെ പ്രായമാണ് അവിടെ പറയുന്നത്, ആത്മാവിൻ്റെ വയസ്സാണ് അവിടെ പറയുന്നത്. ബേബ്സ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ ശിശുക്കളെ പോലെ മാത്രമേ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞുള്ളൂ. ഐ ഫെഡ് യു വിത്ത് മിൽക്ക് and not with solid food. For until now you were not able to receive it, and even now you are still not able. ഭക്ഷണമല്ല പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്, ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു. ഇപ്പോഴും കഴിവായിട്ടില്ല, ഇന്നും നിങ്ങൾ ജഡീകന്മാരല്ലോ. നിങ്ങളുടെയൊക്കെ വീട്ടിൽ എങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് എന്ന് വെച്ചാൽ ഒരാഴ്ച 3 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് എന്ത് ബിരിയാണിയാണ് നിങ്ങൾ കൊടുക്കുന്നത്?
ലോകം മുഴുവൻ ഇവിടെ ആയാലും ഓസ്ട്രേലിയയിലായാലും ഇംഗ്ലണ്ടിലായാലും ഉഗാണ്ടയിലായാലും എവിടെയും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന സാധനമാണ് പാല്, അമ്മിഞ്ഞപ്പാൽ. ശരിയാണോ? കാരണം സോളിഡ് ഫുഡ് ഒന്നും കഴിക്കാനുള്ള പ്രായമായിട്ടില്ല. സോളിഡ് ഫുഡ് വെച്ചാൽ അത് അങ്ങനെ തന്നെ പുറത്തേക്ക് വരും. ഇതാണ് ഒരു പ്രായം. തീർന്നിട്ടില്ല. 3-ാമത്തെ വചനം, for you are still carnal, for where there are envy, strife and divisions among you, are you not carnal and behaving like mere men? For the one says, I am of Paul, and the other, I am of Apollos, are you not carnal? നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ? ഒരുത്തൻ ഞാൻ പൗലോസിൻ്റെ പക്ഷക്കാരൻ എന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പല്ലോസിൻ്റെ പക്ഷക്കാരൻ എന്നും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ? അപ്പോൾ അവിടെ കുഞ്ഞുങ്ങളുടെ സ്വഭാവം കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഈർഷ്യ, പിണക്കം, അസൂയ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്നും നിലവിലുണ്ട്. ക്രിസ്തുവിൽ ശിശുക്കൾ ശരിയായ ഒരു ആത്മീയ വളർച്ചയിലേക്ക് അല്ലെങ്കിൽ പക്വതയിലേക്ക്, മച്യൂരിറ്റിയിലേക്ക് വന്നിട്ടില്ല. ശരിയായ ഗ്രോത്ത് ആയിട്ടില്ല. അപ്പോൾ ആത്മീയർ എന്നറിയപ്പെടുന്നവരിൽ തന്നെ ഒരു വിഭാഗം ഇന്നും ശിശുക്കളാണ്. ദേ ആർ ബേബ്സ് ഇൻ ക്രൈസ്റ്റ്. അവരെ അഡ്രസ്സ് ചെയ്യുന്നതാണ് ലിറ്റിൽ ചിൽഡ്രൻ. അപ്പോൾ 3 പ്രായക്കാരെയാണ് പ്രത്യേകിച്ച് നമ്മളിവിടെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇനി എബ്രായ ലേഖനത്തിലേക്ക് വരാം. ഹീബ്രൂസ് ചാപ്റ്റർ 5. ഹീബ്രൂസ് ചാപ്റ്റർ 5 12-14, 12 മുതൽ 14 വരെയുള്ള ഭാഗത്ത്, for though by this time you ought to be teachers, you need someone to teach you again the first principles of the oracles of God, and you have come to need milk and not solid food. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാർ ആയിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രയും നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. അവിടെയും സെയിം കാര്യം വചനം കൊണ്ടാണ് വ്യാഖ്യാനിക്കേണ്ടത്. മറ്റു വചനഭാഗങ്ങൾ എടുക്കുമ്പോൾ കാണുന്നത് കട്ടിയായ ആഹാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീപ് തിങ്സ് ഫ്രം ദ വേൾഡ്. ദൈവവചനത്തിലുള്ള കുറച്ചുകൂടെ ആഴമുള്ള കാര്യങ്ങൾ, കുറച്ചുകൂടെ മാർമികമായ കാര്യങ്ങൾ, വെയിറ്റി ആയിട്ടുള്ള പലതും നിങ്ങൾക്ക് തരാൻ കഴിഞ്ഞില്ല. പകരം ആദ്യ പാഠങ്ങളെ മാത്രമേ തരാൻ പറ്റുന്നുള്ളൂ. ഫസ്റ്റ് ലെസൺസ്, ഫസ്റ്റ് പ്രിൻസിപ്പിൾസ്, ആദ്യമേ സുവിശേഷങ്ങളിൽ കാണുന്ന എലിമെൻ്ററി ആയിട്ടുള്ള കിൻഡർഗാർട്ടൻ ലെവലിലുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്ക് നിങ്ങൾക്ക് തരാൻ കഴിയുന്നുള്ളൂ. For everyone, verse number 13, for everyone who partakes only of milk is unskilled in the word of righteousness, for he is a babe. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ, അവൻ ശിശുവല്ലോ. അപ്പോൾ ഈ പാല് കുടിക്കുന്നത് ആരാണ്? നീതിയുടെ വചനത്തിൽ ശരിയായ വചനത്തിൻ്റെ കാര്യങ്ങളൊന്നും അറിയാത്ത ഒരാൾ. for he is a babe. 14, but solid food belongs to those who are of full age, that is, those who by reason of use have their senses exercised to discern both good and evil. കട്ടിയായുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്തിൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. ഇവിടെ പറയുന്നുണ്ട് പ്രായം തികഞ്ഞവർ, ശരീരത്തിൻ്റെ വയസ്സല്ല. ഹലോ, ബർത്ത് സർട്ടിഫിക്കറ്റ് പ്രകാരം ഉള്ള പ്രായം അല്ല ഇവിടെ പറയുന്നത്. ആത്മാവിൻ്റെ പക്വത, ആത്മാവിൻ്റെ വളർച്ചയാണ്. ആദ്യമേ തന്നെ തുടങ്ങിയത് ഇങ്ങനെയാണ്, കാലം നോക്കിയാൽ നിങ്ങളിപ്പോൾ ടീച്ചേഴ്സായി എന്ന് വെച്ചാൽ വളരെ മെച്യൂർഡ് ആകേണ്ട സമയം കഴിഞ്ഞു. പക്ഷെ നിങ്ങൾ വളർന്നില്ല. കാരണം എന്താ? ശരിയായ രീതിയിൽ നിങ്ങളുടെ ആത്മാവിനെ, ആന്തരിക മനുഷ്യൻ നിങ്ങൾ പരിപോഷിപ്പിച്ചില്ല. വേണ്ടത്ര നീതിയുടെ വചനം കൊടുത്ത് തീറ്റിയില്ല. ശരിയായ രീതിയിൽ ഫീഡ് ചെയ്തില്ല. അതുകൊണ്ട് നിങ്ങളിപ്പോഴും ശിശുക്കളാണ്. ഇപ്പോഴും 25 വയസ്സുള്ള ശിശു ഇപ്പോഴും കുപ്പിപ്പാൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു ഹോട്ടലിൽ ചെന്നിട്ട് ഭക്ഷണം ഓർഡർ ചെയ്യുക, 25 വയസ്സുള്ളൊരു ചെറുക്കൻ
എന്താ വേണ്ടത്? ഒരു ബോട്ടിൽ, നിപ്പിളൊക്കെ ഇട്ടൊരു ബോട്ടിൽ ഇത്തിരി മിൽക്ക് കുപ്പിപ്പാൽ തന്നാൽ മതി. എന്നിട്ട് അതിരുന്ന് കുടിക്കുക. ഇപ്പുറത്തുള്ളവരെല്ലാം കട്ടയായ ആഹാരം കഴിക്കും. 25 വയസ്സുണ്ട്, പക്ഷേ ഇപ്പോഴും കുപ്പിപ്പാല. ഇതുപോലെ 25 വർഷമായി വിശ്വാസത്തിൽ വന്നിട്ട്, പക്ഷെ ഇപ്പോഴും ആഴമുള്ള ഒരു കാര്യവും സംസാരിക്കാൻ കഴിയുന്നില്ല. കാരണം എന്താ? തന്നെത്താൻ ഫീഡ് ചെയ്തില്ല, ഇതുവരെ ആത്മാവിനെ വളർത്തിയില്ല, വചനങ്ങൾ ശരിയായ രീതിയിൽ വായിച്ച് പഠിച്ച് ഗ്രഹിച്ചില്ല. എത്ര വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും ബാലപാഠങ്ങൾ മാത്രം, അല്ലെങ്കിൽ ഫസ്റ്റ് പ്രിൻസിപ്പിൾസ്, ആദ്യ പാഠങ്ങൾ മാത്രമാണ് ഇപ്പോഴും കഴിക്കാനുള്ള പ്രാപ്തിയുള്ളൂ. ഇനി ഹീബ്രൂസ് 6:1-2 ഈ ആദ്യ പാഠങ്ങൾ എന്താണെന്നുള്ളത് അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. ഇവിടെ പറയുന്നത് the elementary principles of Christ. സുവിശേഷങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്ന, സുവിശേഷങ്ങൾ വായിക്കാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര രസമല്ലേ? കഥകളാണ്. യേശു ജനിച്ചതും അത്ഭുതങ്ങൾ നടക്കുന്നതും രോഗസൗഖ്യങ്ങൾ ഉണ്ടാക്കുന്നതും കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നതും ഈ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ ഭയങ്കരമായൊരു ത്രില്ലാണ്. പക്ഷേ എത്ര പേർക്കറിയാം അത് LKG UKG ആണ്. അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് കിടക്കുമ്പോൾ പ്രാക്ടിക്കലി അവർ പലതും ചെയ്യുകയാണ്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇനി സംസാരിക്കാനുണ്ട്. ഒരു സ്പിരിച്വൽ എക്സസൈസിലേക്ക്, ഒരു വ്യായാമ മുറകളിലേക്ക് വരിക, പലതും ചെയ്യുകയാണ്, ആക്ഷനിലേക്ക് വരികയാണ്. എന്നാൽ അവിടെയും തീരുന്നില്ല. അതിനുശേഷമുള്ള ലേഖനങ്ങളിൽ നമ്മൾ കാണുന്നത് വളരെ വെയിറ്റി ആയിട്ടുള്ള, എന്ന് വെച്ചാൽ പൂർവകാലങ്ങളിൽ മറഞ്ഞു കിടന്ന മർമ്മങ്ങൾ, എന്ന് വെച്ചാൽ ഒത്തിരി പേർക്ക് മനസ്സിലായിട്ടില്ലാത്ത ദൈവത്തെക്കുറിച്ചുള്ള വലിയ വെളിപാടുകൾ അതിനകത്ത് കിടക്കുകയാണ്. ഈ പാല് കുടിച്ച് ഒരുവിധം വളർന്നാലല്ലേ അതിനേക്കാൾ കട്ടിയുള്ള വലിയ വലിയ മിസ്റ്ററീസ് ഓഫ് ഗോഡ്, അല്ലെങ്കിൽ റെവലേഷൻസ് ഓഫ് ഗോഡ്, അതിലേക്ക് പോകാൻ പറ്റൂ. പക്ഷെ ഇപ്പോഴും ആ ബേസിക് ലെവൽ, എലിമെൻ്ററി ലെവലിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ബ്രദേഴ്സ് സിസ്റ്റേഴ്സ്, വളരണ്ടേ? കാലം നോക്കിയാൽ നിങ്ങൾ ടീച്ചേഴ്സ് ആകേണ്ട സമയം കഴിഞ്ഞെന്നാണ് പൗലോസ് പറയുന്നത്. കാരണം ഇത്രയും നാളായില്ല നിങ്ങൾ വിശ്വാസത്തിൽ വന്നിട്ട്. മറ്റുള്ള ആളുകളെ ഉപദേശിക്കാൻ, ടീച്ച് ചെയ്യുവാൻ, വചനമെടുത്ത് പഠിപ്പിക്കാനുള്ള പ്രാപ്തി ആയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇന്നും നിങ്ങൾ ശിശുവാണ്, കുപ്പിപ്പാലാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടിപ്പോയാൽ സെറിലാക്കും നെരോലാക്കൊക്കെയാണ്. അപ്പോൾ ആദ്യ പാഠങ്ങൾ എന്താണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ഏതാണ്? നിർജീവ പ്രവൃത്തികൾ എന്നുള്ള മാനസാന്തരം. പിന്നെന്താണ്? ദൈവത്തിങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇത് തന്നെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാതെ അതിനപ്പുറത്തേക്ക് ഇനിയും പല പല കാര്യങ്ങളുണ്ട്. ഇതാണ് പൗലോസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾ, അതാണ് ഒരു മെച്യൂരിറ്റി ലെവൽ, അല്ലെങ്കിൽ ഒരു പ്രായപരിധി. നെക്സ്റ്റ്, യങ് മെൻ, ബാല്യക്കാർ അല്ലെങ്കിൽ യൗവനക്കാർ. അവിടെ യോഹന്നാൻ പറഞ്ഞ സമയത്ത് നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുക എന്ന് വെച്ചാൽ അടരാടി ദുഷ്ടനെ ജയിച്ചിരിക്കാലും നിങ്ങൾ ശക്തരാകിയാലും. ഞാൻ പറയാം, ഏറ്റവും കൂടുതൽ ശക്തിയുള്ളത് ഏത് കാലത്താണ്? യൗവനപ്രായത്തിലാണ്. കുഞ്ഞുങ്ങൾക്ക് അത്രയില്ല, പ്രായമായാലും അത്രയില്ല. പക്ഷെ ബലം മുഴുവൻ അവരുടെ ശരീരത്തിൽ, ഈ യുവാക്കന്മാരുടെ ശരീരത്തിൽ എക്സ്ട്രാ എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ആവശ്യത്തിൽ അധികം എനർജി ഉണ്ട്, അതിനെ യൂസപ്പ് ചെയ്യണം. അതുകൊണ്ടാണ് പലരും ചില പ്രാങ്ക്സ് ചെയ്യുന്നതും പിന്നെ എന്തൊക്കെയൊക്കെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഈ പ്രായത്തിൽ തോന്നും. ഇനി പട്ടാളത്തിൽ ആളെടുക്കുന്നത് എപ്പോഴാണ്? 70 വയസ്സിന് ശേഷമല്ല, അത് 10 വയസ്സ് താഴെയുള്ളവരെയാണ്. മിലിറ്ററിയിൽ ചേർക്കുന്നത് നല്ല പ്രൈം ഏജിൽ നിൽക്കുമ്പോഴാണ്, നല്ല ബോഡിയിലൊക്കെ എനർജി ഉള്ള സമയത്താണ്. പെൻഷൻ പറ്റി കഴിയുമ്പോഴല്ല.
അപ്പോൾ യുവതി യുവാക്കന്മാർ ആ യൗവനപ്രായ, അതായത് ആത്മാവിലെ കാര്യം പറയുന്നത്, ആത്മീയ യൗവനം എന്ന് പറയുന്നത് ബാല്യകാലം വിട്ട്, ശൈശവപ്രായം വിട്ട് യൗവനപ്രായത്തിലേക്ക് കയറി ആ യൗവനപ്രായത്തിൽ വലിയ എനർജി, ഭയങ്കരമായ പവർ, പാഷൻ, സ്ട്രെങ്ത് ഒക്കെ ഉള്ളൊരു സമയമാണ്. ആ സമയത്താണ് മിലിറ്ററിയിൽ ചേരേണ്ടത്. നമുക്കൊന്ന് നോക്കാം. എഫീസിയൻസ് 6, യങ് മെൻ ആർ വാരിയേഴ്സ്. എഫീസ് ലേഖനം 6:10-13 വരെ നോക്കുമ്പോൾ, ഫൈനലി മൈ ബ്രദറൻ ബി സ്ട്രോങ് ഇൻ ദ ലോർഡ് ആൻഡ് ഇൻ ദ പവർ ഓഫ് ഹിസ് മൈറ്റ്. Put on the whole armor of God, that you may be able to stand against the wiles of the devil. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിനും ശക്തിപ്പെടുവിൻ. പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. അപ്പോൾ അതിനുശേഷം സർവായുധവർഗം കുറേ കാര്യങ്ങളൊക്കെ അതിന് ശേഷം പറയുന്നുണ്ട്, എന്തൊക്കെ ടൈപ്പ് ഓഫ് പിശാചുക്കളാണെന്നൊക്കെ. അപ്പോൾ യോഹന്നാൻ ആദ്യമേ പറഞ്ഞു, ബാല്യക്കാരെ നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കാലും നിങ്ങൾ ശക്തരാകിയാലും. അപ്പോൾ നിങ്ങൾ ദുഷ്ടനെ ജയിക്കുക എന്ന് പറഞ്ഞാൽ എന്തിലാണ് ജയിക്കുന്നത്? ഒരു ദ്വന്ദ്വയുദ്ധം നടക്കുമ്പോൾ, ഒരു റെസ്ലിംഗ് നടക്കും, ഒരു ബോക്സിംഗ് നടക്കുമ്പോൾ, ഒരു ഫൈറ്റ് നടക്കുമ്പോൾ അതിലുള്ള ജയം. ദുഷ്ടനെ നിങ്ങൾ ജയിച്ചിരിക്കും. ദാറ്റ് മീൻസ് യു ആർ വാരിയേഴ്സ്, യു ആർ സോൾജിയേഴ്സ്, യു ആർ സ്ട്രോങ്. അതിനെക്കുറിച്ചുള്ള ഇൻസ്ട്രക്ഷനാണ് ഇവിടെ കാണുന്നത്. പലതരത്തിലുള്ള പ്രിൻസിപ്പാലിറ്റീസ്, പവേഴ്സ്, റൂളേഴ്സ്, സ്പിരിച്വൽ ഹോസ്റ്റ് ഓഫ് വിക്കറ്റ്നസ് ഇൻ ദ ഹെവൻലി പ്ലേസസ്, ഇങ്ങനെയുള്ള അവരെയൊക്കെ ജയിക്കാൻ വേണ്ടി സർവായുധവർഗം എടുത്തുകൊണ്ട് നിൽപ്പിൻ. അപ്പോൾ ആത്മീയ വളർച്ചയുടെ ആദ്യഘട്ടം പാല് കുടിച്ച് പതുക്കെ 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 പിച്ച വെച്ച് നടന്ന് വളർന്നു വരുന്നതാണ്. എന്നാൽ അല്പം കൂടെ മെച്യൂരിറ്റിയിലേക്ക് വരുമ്പോൾ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പാപങ്ങൾ, പാപരാഗങ്ങൾ, ദുഷ്ടൻ്റെ ടെംപ്റ്റേഷൻസ്, പൈശാചിക ശക്തികളുടെ അറ്റാക്സ്, അതിനെതിരെയൊക്കെ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് യൗവനപ്രായം. സ്പിരിച്വൽ ആത്മീയ വളർച്ചയുടെ യൂത്ത് സ്റ്റേജ്. ഒരു ഭാഗം കൂടി നോക്കാം. 1 Timothy chapter 4, 12-14, 12-16. 1 തിമോത്തിയോസ് 4:12-16 വരെ. Let no one despise your youth, but be an example to the believers in word, in conduct, in love, in spirit, in faith, and in purity. ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കാം. അപ്പോൾ ആ യൗവനകാലത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ആരും നിന്റെ യൗവനത്തെ തുച്ഛീകരിക്കാനിടയാകരുത്. ആ സമയത്ത് തിമോത്തി ശരീരം കൊണ്ടും ഈ ഒരു യൗവന പ്രായമാണെന്ന് വെച്ചു. ഇനി 13ാമത്തെ വചനത്തിൽ, till I come, give attention to reading, to exhortation, to doctrine. ഞാൻ വരുവോളം വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കുക. ഈ ഒരു സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മാക്സിമം റീഡ് ചെയ്യുക, മാക്സിമം ഇൻടേക്ക്. ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന പ്രായമാണ്. യങ്സ്റ്റേഴ്സ് ആയിരിക്കുന്ന സമയത്ത് ധാരാളം ഭക്ഷണം കഴിക്കണം, ധാരാളമായ ആത്മീയ ഭോജ്യങ്ങൾ കഴിക്കണം. Then do not neglect the gift that is in you, which was given to you by prophecy, with the laying on of the hands of the eldership. മൂപ്പന്മാരുടെ കൈവപ്പോടുകൂടെ പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായി നിന്നിലുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കരുത്. 15-16 കൂടെ വായിച്ചു. നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി തീരേണ്ടതിന് ഇത് കരുതുക, ഇതിൽ തന്നെ ഇരുന്നു കൊള്ളുക, നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക, ഇതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. അപ്പോൾ ആ ഒരു സമയമായപ്പോൾ നോക്കൂ, മറ്റുള്ളവരെയൊക്കെ പ്രസംഗിക്കുകയും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമായി, മറ്റുള്ളവരോട് പ്രസംഗിക്കുന്ന, മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന, മാതൃകയായി ജീവിക്കേണ്ട ഒരു കാലഘട്ടമായി. 2 Timothy chapter 2 verse number 1, 2 തിമോത്തിയോസ് 2:1, You therefore my son be strong in the grace that is in Christ Jesus. എൻ്റെ മകനെ ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. കണ്ടോ, ഈ യൂത്ത്സിൻ്റെ ആ ഒരു യങ് ഏജിൽ ശക്തിയുടെ സമയമാണ്. ഭയങ്കരമായ ഫിയറ്റ്സ് ദൈവത്തിന് വേണ്ടി ചെയ്യേണ്ട ഒരു പ്രായമാണ്. ആരും ചെയ്യാത്ത
വലിയ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ, Yes. പിതാക്കന്മാർ ചെയ്തിട്ടില്ലാത്ത വലിയ കാര്യങ്ങൾ, മുൻകാലങ്ങൾ കണ്ടിട്ടില്ലാത്ത വലിയ കാര്യങ്ങൾ ചെയ്തെടുക്കേണ്ട ഒരു പ്രായമാണ് ആത്മീയ യൗവനം Amen. എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് സംസാരിക്കുമ്പോൾ ആത്മീയ ശിശുക്കളായിട്ടുള്ള ഒത്തിരി പേര് ഇതിൽ ഉണ്ടെന്ന് എനിക്കറിയാം. ഒറ്റയായതൊന്നും പ്രാപിക്കാൻ സാധ്യമല്ല, പഠിച്ചു വരുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ കുറച്ച് നാളെയുള്ള വിശ്വാസത്തിൽ വന്നിട്ട്, അല്ലെങ്കിൽ കുറേ അധികം വർഷങ്ങളായി വിശ്വാസത്തിൽ വന്നിട്ട് പക്ഷേ ആത്മീയമായ വളർച്ച പ്രാപിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് ആത്മീയ യൗവനത്തിലുള്ള ഒത്തിരി പേരെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്ക് അടുത്തൊരു മൈൽ സ്റ്റോൺ. എന്നാൽ ഇനി വരുന്നത് യോഹന്നാൻ അവിടെ പറയുന്നത് ഫാദേഴ്സ്, പിതാക്കന്മാരെ. ഫാദേഴ്സ്, മദേഴ്സ് കൂടെ ബ്രാക്കറ്റിലുണ്ടെന്ന് വിചാരിച്ചു. എന്താണത്? സ്പിരിച്വൽ ഫാദേഴ്സ്, ആത്മീയ പിതാക്കന്മാർ, ആത്മാവിൽ പിതൃത്വമുള്ളവർ. Amen. ആരാ പിതാവ്? മക്കളുള്ള ആളാണ് അപ്പൻ, അല്ലേ? മക്കളെ ജനിപ്പിച്ച ആള്. ഇപ്പോൾ നല്ലൊരു പ്രായം, ഒരു 65-70 വയസ്സുണ്ട്, പക്ഷെ മക്കളില്ല. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് പിതാവെന്ന് വിളിക്കാൻ പറ്റും, ഓണററി ടൈറ്റിലായിട്ടൊക്കെ കൊടുക്കാൻ പറ്റും, അല്ലാതെ അളപ്പനല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ആത്മാവിൽ ആത്മീയ കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചിട്ടുള്ള പിതൃത്വമുള്ളവരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അത് അടുത്തൊരു ലെവലാണ്, ആത്മീയ പിതൃത്വത്തിൻ്റെ ലെവൽ. അവരെ സംബന്ധിച്ചോളം ദൈവത്തെക്കുറിച്ച് ദീർഘവർഷങ്ങൾ ദൈവത്തോട് കിടന്ന് നടന്ന ഒരു മെച്യൂരിറ്റിയിലെത്തി. ദൈവത്തെ അറിയാൻ, ദൈവവചനം അറിയാം, പഴക്കമുണ്ട്, തഴക്കമുണ്ട്, പക്വതയുണ്ട്. ചെറിയ ആത്മീയ വളർച്ച കുറഞ്ഞ ആളുകളെ അവഗണിക്കാതെ അവരെ വളർത്തി കൈപിടിച്ച് നടത്തി ഉയർത്തിക്കൊണ്ട് വരുവാനുള്ള മനസ്സുണ്ട്. അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ, ആത്മീയമായി വളർന്നവർ. ഒരു ആത്മീയ പിതാവിനെ എങ്ങനെ അറിയാം? ഒരാളെന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഒരു ആത്മീയ പിതാവിൻ്റെ പ്രത്യേകത, ആത്മീയ പിതാവിൻ്റെ ആത്മാവിൽ കുഞ്ഞുങ്ങൾക്ക് നീന്തി കളിക്കാൻ കഴിയും. അത്രയും സ്പേസ് ഉണ്ടായിരിക്കും, അത്രയും വലിയ ഹൃദയം ഉണ്ടായിരിക്കും. 1 Corinthians chapter 4:14-17, 1 Corinthians 4:14-17 വരെ. I do not write these things to shame you, but as my beloved children I warn you. For though you might have 10,000 instructors in Christ, yet you do not have many fathers. For in Christ Jesus I have begotten you through the gospel. Therefore I urge you, imitate me. For this reason I have sent Timothy to you, who is my beloved and faithful son in the Lord, who will remind you of my ways in Christ, as I teach everyone, yes, as I teach everywhere in every church. നിങ്ങളെ നാണിപ്പിപ്പാനല്ല, എൻ്റെ പ്രിയ മക്കളോടെന്ന പോലെ ബുദ്ധി പറഞ്ഞുകൊണ്ട് ഇത് എഴുതുന്നു. നിങ്ങൾക്ക് ക്രിസ്തുവിൽ അവിടെ പറയുന്ന പ്രിയ മക്കളെന്ന് വിളിക്കുന്നത്. പൗലോസ് കല്യാണം കഴിച്ചിട്ടുണ്ടെന്നും ഇല്ലെന്നും പറയുന്നു. പൗലോസിന് തന്നിൽ നിന്ന് ജനിച്ച മക്കൾ ഉണ്ട് എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. പക്ഷേ അദ്ദേഹത്തിന് ആത്മാവിൽ നിന്ന് ജനിച്ച ഒത്തിരി മക്കളുണ്ടായിരുന്നു. അപ്പോൾ അവർ പ്രിയ മക്കൾ, കുറേ മക്കളുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. അവിടെ പറയുന്നത് ഗുരുക്കന്മാർ 10,000 ഇൻസ്ട്രക്ടേഴ്സ് ഇൻ ക്രൈസ്റ്റ്, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഇൻ ക്രൈസ്റ്റ്. ഒത്തിരി അധ്യാപകർ, പഠിപ്പിക്കുന്നവർ, ഉപദേഷ്ടാക്കന്മാർ, നിർദ്ദേശം നൽകുന്നവർ ഉണ്ടെങ്കിലും പിതാക്കന്മാരേറെയില്ല. കാരണം ക്രിസ്തു യേശുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. കാരണം ഞാനല്ലോ, എൻ്റെ ശുശ്രൂഷയിലൂടെയല്ലേ നിങ്ങൾ ജനിച്ചു വളർന്നു വന്നത്. ആകയാൽ എൻ്റെ അനുകാരികളാകുവിൻ എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. പിതാക്കന്മാരുടെ ഒരു പ്രത്യേകത, അവർക്ക് പറയാൻ കഴിയും, ഇമിറ്റേറ്റ് മീ, എൻ്റെ പോലെ എന്നെ ഫോളോ ചെയ്യും. കാരണം എന്താണ്? ഒത്തിരി വർഷങ്ങൾ കർത്താവിനോടുകൂടി നടന്ന, ജീവിതത്തിൽ ഡിസിപ്ലിൻഡായി പക്വത പ്രാപിച്ച ആളുകളാണ്. അതുകൊണ്ട് എന്നെ പോലെ ആകുക. ഓക്കെ, ഇത് നിമിത്തം കർത്താവിൽ വിശ്വസ്തനും എൻ്റെ പ്രിയ മകനുമായ തിമത്തിയോസിനെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. തിമത്തിയോസ്, അപ്പോൾ അങ്ങനൊരു മോനുണ്ടല്ലോ. അപ്പോൾ ഭാര്യ ആരാ? പൗലോസിന് ഭാര്യ ആരാണ്? അങ്ങനൊരു ചെറുക്കനുണ്ടായിരുന്നല്ലേ? എൻ്റെ പ്രിയ മകനുമായ പ്രിയ മകൻ, സ്പിരിച്വൽ സൺ, സൺ ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ മകൻ, വിശ്വാസത്തിൽ നിജപുത്രൻ. അവൻ ആത്മീയ പുത്രനാണ്. ഇടയ്ക്ക് വെച്ച് ശുശ്രൂഷ ഇടയ്ക്ക് വെച്ച് കിട്ടിയതാണ്. ഓക്കെ,
നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ഓക്കെ, അവിടെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ആ തിമോത്തിയോസിനെ പോലും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സ്വന്തം മകനായിട്ടാണ്. പിതൃത്വം, ആത്മീയ പിതൃത്വത്തിൻ്റെ ഒരു ഘട്ടമാണ് മൂന്നാമത്തെ ഘട്ടം. യോഹന്നാൻ ആ സ്ഥിതിയിലെത്തി, പൗലോസ് ആ സ്ഥിതിയിലെത്തി, പത്രോസ് ആ സ്ഥിതിയിലെത്തി, അനേകർ ആ സ്ഥിതിയിലെത്തി. ഇത് കേൾക്കുന്ന ചിലരൊക്കെ ഇതുപോലെ ആത്മാവിൽ വളർന്ന പിതൃത്വത്തിൻ്റെ മറ്റുള്ളവരെ കൂടെ വളർത്തിയെടുക്കാനൊക്കെ ഹൃദയവിശാലതയുള്ള ആത്മീയ പിതാക്കന്മാരാകാനുള്ള ലെവലിലേക്ക് വളർന്നു കാണും. അവരോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് 3 ലെവൽസ് ഓഫ് സ്പിരിച്വൽ മെച്യൂരിറ്റിയാണ് ഞാൻ പറഞ്ഞത്. ശിശുക്കൾ, യൗവനക്കാർ, പിതാക്കന്മാർ. ലിറ്റിൽ ചിൽഡ്രൻ, ദെൻ യങ്സ്റ്റേഴ്സ്, യങ് മെൻ, ഫാദേഴ്സ്. അപ്പോൾ ഏത് അളവിലാണെങ്കിൽ ഏത് ലെവലിൽ ഇപ്പോൾ നിൽക്കുകയാണെങ്കിലും ഒരു ആത്മീയ പിതൃത്വത്തിൻ്റെ അനുഭവത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് മറ്റുള്ളവരെ സുവിശേഷത്തിൽ ജനിപ്പിക്കാൻ, അവരെ പഠിപ്പിക്കാനും വളർത്തിയെടുക്കാനും പരിപാലിക്കുവാനുമുള്ളൊരു ഹൃദയവിശാലതയിലേക്കും മെച്യൂരിറ്റിയിലേക്കും അല്ലെങ്കിൽ മാതൃത്വത്തിലേക്ക് സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം വരുവാൻ ഉള്ളൊരു മനസ്സ് നമ്മളെല്ലാവരും കാണിക്കണം. ഒരാഗ്രഹം നമുക്ക് ഉണ്ടായിരിക്കണം എന്നാണ് ഞാൻ ഈ പറഞ്ഞത്. അടുത്ത ആഴ്ചയിൽ ദൈവം അനുവദിച്ചാൽ ഇതിൻ്റെ ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞ ഒരുപക്ഷെ നമ്മളുടെ ഇൻസൈഡ് ഔട്ട് സീരീസ് നമ്മൾ അവസാനിപ്പിക്കും. മാത്രമല്ല, കുറേ നാളുകളായി നിങ്ങൾ അയച്ചിട്ടുള്ള പല 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 സംശയങ്ങൾക്ക് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി എല്ലാം കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഈ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചോ ഏതെങ്കിലും ബിബ്ലിക്കലായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചോ സംശയങ്ങളുണ്ടെങ്കിൽ അയക്കുക. ഞാൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കൂടി ചില എപ്പിസോഡുകളിൽ അതിൻ്റെ സംശയ നിവാരണം വരുത്തി ജനുവരി 1 മുതൽ വളരെ വളരെ തികച്ചും വ്യത്യസ്തമായ മട്ടിലും എല്ലാറ്റിലും വ്യത്യസ്തതയോടുകൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകൾക്കും മലയാളം സംസാരിക്കുന്നവർക്കും അതുകൂടാതെ മറ്റു ചില ഡബ്ബിങ്ങിലൂടെ ഹിന്ദിക്കാർക്കും എല്ലാം കിട്ടത്തക്ക രീതിയിലുള്ളൊരു ഇതിലേക്ക് വരാനാണ് കിടഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണം, ഒരുമിച്ച് നിൽക്കണം. നമുക്ക് അടുത്ത 2021 കൊറോണയുടെ വർഷമൊന്നും അല്ലെന്നാണ് എൻ്റെ വിശ്വാസം. വളരെ വളരെ വ്യത്യസ്തമായ ചില കാര്യങ്ങളിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുപോകാൻ പോവുകയാണ്. മാത്രമല്ല, ഈ വർഷം അധിക മഹത്വത്തിൻ്റെ വർഷമായിരുന്നു. കർത്താവ് അതുപോലെ നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങളും കർത്താവ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഈ എപ്പിസോഡ് മാത്രമല്ല, ഈ ആഴ്ചയിലെ എപ്പിസോഡുകൾ നിങ്ങളെല്ലാ കൂട്ടുകാർക്കും സഭാജനങ്ങൾക്കും ലോകത്തെ എവിടെയുള്ളവർക്കും അയച്ചു കൊടുക്കണം. മാത്രമല്ല, നാളെ ഞായറാഴ്ച രാവിലെ 8 മണിക്ക് നമുക്ക് ഇംഗ്ലീഷ് സർവീസ് ഉണ്ട്. ഞാൻ ഒത്തിരി പേർക്ക് എൻ്റെ ലിങ്കുകൾ അയച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയാവുന്ന ആർക്കെങ്കിലുമൊക്കെ അങ്ങ് ഫോർവേഡ് ചെയ്തോളൂ. 10 മണിയാകുമ്പോൾ മലയാളം സർവീസ് ഉണ്ട്. ബൈലിംഗൽ സർവീസ്, ഇംഗ്ലീഷ് മലയാളം സർവീസാണ്. അതിലും അറ്റൻഡ് ചെയ്യുക. വൻകാര്യങ്ങൾ കർത്താവ് പ്രവർത്തിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാത്രമല്ല, ഈ വർഷം ദൈവം അനുവദിച്ചാൽ പറ്റാവുന്ന രീതിയിൽ കൂടി വരാവുന്നവർക്ക് കൂടി വരാനും ഓൺലൈനിൽ സംബന്ധിക്കാനും ഒക്കെ സംബന്ധിക്കുന്ന രീതിയിൽ നമുക്ക് ഹോളി സ്പിരിറ്റ് സിനഡും എല്ലാം വരുന്നുണ്ട്. വൻകാര്യങ്ങളാണ് ഡിസംബർ 31 നടക്കാൻ പോകുന്നത്. മാത്രമല്ല, നമ്മുടെ ക്രോസ് ഓവർ സർവീസ്, ന്യൂ ഇയർ സർവീസ് വരികയാണ്. ഹല്ലേലൂയ, ഐ ആം സോ എക്സൈറ്റഡ്. സാക്ഷ്യമുണ്ടോ? സാക്ഷ്യം എടുക്കാൻ ഞാൻ സമയമില്ലെങ്കിൽ നോ പ്രോബ്ലം, അടുത്ത ആഴ്ചയിലാവാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ജനങ്ങളെ അനുഗ്രഹിക്കുന്നു. കിടപ്പ് രോഗികളെ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. മാനസിക രോഗങ്ങളുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൈശാചിക ശക്തികളാൽ ദണ്ഡിപ്പിക്കപ്പെടുന്നവർ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നിരാശയിലും ഡിപ്രഷനുമായിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ പുറത്തു വരട്ടെ. ഉറങ്ങാൻ കഴിയാത്ത ഒത്തിരി പേരെ കർത്താവ് വിടുവിക്കുന്നുണ്ട്. ജീസസ് നെയിം. പൂർണ്ണമായ വിടുതൽ യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നതിൽ തന്നെ രാജലക്ഷ്മി എന്ന പേരുള്ളൊരു സഹോദരിയെ കർത്താവ് ഇപ്പോൾ തൊടുന്നു. ആ സഹോദരി മാത്രമല്ല, വീട്ടിലുള്ള എല്ലാവരെയും കർത്താവ് തൊടുകയാണ്. ആ വീട്ടിലൊരു വലിയ മാറ്റം വരുന്നുണ്ട്. ജീസസ് നെയിം. കർത്താവ് അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനായി നന്ദി. ബ്ലസ് ചെയ്യുന്നതിനായി നന്ദി പറയുന്ന കർത്താവേ, താങ്ക് യു ലോർഡ്. കരങ്ങളിൽ കൂടെ നീട്ടി നിങ്ങളെല്ലാ വിഷയങ്ങൾക്കും കർത്താവേ വിശ്വാസത്താൽ ഞാനത് പകരുകയാണ്. നമുക്ക് ഏവർക്കും ചേർന്ന് ദൈവത്തിന് പാടി സ്തുതിക്കാം. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ,
സ്വർഗനാഥനാം മശിഹാ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോക